കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. കമൺ ബ്രോ. യാ ബ്രോ ഐ ആം കമിങ്. എന്ത്? ഡേയ് നമുക്ക് സ്പാ വരെ ഒന്ന് പോയാലോ? സ്പായാ? ഓ ഇത് പെട്ടെന്ന് സ്പാ എന്നൊക്കെ? അല്ല നേരത്തെ എന്തോ ട്രീറ്റ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞു. അത് നമുക്ക് പോവാലേ, ഞാൻ പറഞ്ഞില്ലേ ഓഫീസ് കഴിഞ്ഞ് നമുക്ക് പിന്നെ പോവാം, വൈകുന്നേരം പോവാ. നമുക്ക് ഇപ്പൊ തന്നെ വിട്ടാലാ? ഓഫീസിൽ പ്രശ്നം എന്താണെന്നറിയാമോ? എന്റെ മുടിയെ ജട പിടിക്കണേ. ജടയാ? ഇതാണ് ജട പിടിക്കുമ്പോ വേണ്ട, ഇതെങ്ങനെ എടുത്ത് ഓ ഇങ്ങനെ എടുക്കണല്ലേ? ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് വിട്ടു കൊടുക്കും. പിന്നെ ഇതിനൊക്കെ നേരം വരുള്ളൂ. നേരെ എന്താടേ നമുക്ക് പേഴ്സണായിട്ട് സംസാരിച്ചോടേ. ഇവിടെ ഇടയിൽ വന്ന് കയറിക്കോണം കേട്ടാ. നിന്നെ തിരുമോന്താൻ കാണാൻ വന്നതല്ല. നീ മാല പണം വെച്ചിട്ട് പൈസ എന്ന് പറഞ്ഞാ അപ്പം പൈസ എന്ന് പറഞ്ഞോണ്ട് തുടങ്ങി. നീലോ നീ എന്താടാ നീലിനെ വിളിക്കണത്? അച്ഛാ പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കിണ്ട്, ഡോണ്ട് വറി. എടാ അവൻ നിന്നെ പറഞ്ഞ് സെറ്റ് ആക്കോട്ടെ പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടി. ഇവൻ കൂടുതൽ ഉറക്കത്തിൽ എങ്ങനെ പൈസ തരാതിരിക്കാനും ആലോചന നടക്കണം. പെരുങ്കളാണ് അവൻ. ബാസിയങ്ങളെ ശരിക്കും പറയാണ്, മാല പണയം വെച്ചിട്ട് പെട്ടെന്ന് കൊടുത്തോളണം. അത് അങ്കിള് ഡീൽ ചെയ്തോളാം ബ്രോ. ബ്രോയാ? നിനക്ക് പൈസ എത്രയാടാ? നീ എന്താ വേഷം കിട്ടി കിടക്കണത്? ഞാൻ നീ കെട്ടി അത്ര വേഷം ഒന്നും കെട്ടിയില്ലടേ. അത് വിട് അങ്ങളെ. പുഷ്പലതാന്റെ വരാൻ പോകുന്നത് കേട്ടല്ല, ഇന്നാണ് വരണു മക്കളെ. അതാണ് ഞാൻ പേടിച്ച് നിൽക്കുന്നത്. എന്തിനാവുന്നോ നീലുവേ? പൈസ എവിടെ? എന്റെ പൊന്ന് നീലു, നീയും കൂടെ തുടങ്ങി അങ്ങോട്ട് പൈസ പറഞ്ഞോണ്ട്. ഈ സിംഗപ്പൂരിൽ ഇരിക്കുന്ന അവളെ വിളിച്ച് ഞാൻ കൺവിൻസ് ചെയ്യാലേ ഇവിടെ ഇരിക്കുന്ന മാല എടുത്ത് പണയം വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൺവിൻസ് ആയില്ലെങ്കിൽ പൈസ തരൂലേ? നീ പറഞ്ഞ കറക്റ്റാണ് കേട്ടാ. എന്ത്? ഈ ലച്ചു ഭയങ്കര നെഗറ്റീവ് ആണ്. ഞാൻ പറഞ്ഞു നീ അത് വിടറായി. 2 ദിവസത്തിനകത്ത് പൈസ സെറ്റ് ചെയ്ത് തരാം. നമ്മളൊന്നാമത് നമ്മളെ മുടിയുടെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണ് നീലു. അല്ല ബാസ്യങ്ങളെ പുഷ്പലതാന്റെ സമ്മതിച്ചാ മുടി വളർത്താൻ? അയ്യോ അവളെ സമ്മതിക്കാതെ മുടി വളർത്താൻ പറ്റുമോ? അവൾക്ക് ഇഷ്ടപ്പെട്ടു. എടാ പോടാ മുതുക്കനാ നോക്കടാ. അനിയനും ചേട്ടനും പോലെ ഇല്ലടാ. അനിയനും ചേട്ടനും. ഓ അപ്പൊ നീ എന്നെ മൂത്ത മോനാടാ? ഓ ബ്രോ ഡാഡി. എന്താന്ന് വെച്ചാ കേളാവൈ പ്രോഡാടി. നീലു സത്യം പറ നീലു, മുടി അടിപൊളിയല്ലേ? കൊഴപ്പില്ല. നാട്ടുകാരെന്തൊക്കെ പറയുന്നറിയാമോ? കുഴപ്പമില്ല വരും. നാട്ടുകാർക്ക് എന്തും പറയാം. ഈ മുടി വളർത്തുന്നവരെ ടെൻഷൻ നമുക്ക് മാത്രമേ അറിയാവൂ. എന്തുമാത്രം വേദന അനുഭവിക്കുന്ന അറിയാമോ? വീട്ടുകാരെ വായിരിക്കണേ കേൾക്കണം, നാട്ടുകാരെ വായിരിക്കണേ കേൾക്കണം. എന്നാൽ എല്ലാവർക്കും നമ്മളെ കാണുമ്പോൾ ഒരു കൗതുകമാണ് താനും. ഇപ്പൊ മനസ്സിലായ? യെസ് ബ്രോ. നിനക്കൊക്കെ 2 എണ്ണത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്. എന്ന് നീ കിളവന്റെ കൂടിയോ അന്ന് നശിക്കാൻ തുടങ്ങി. നോക്കിയോ ഇവിടെ പോടേ ഒന്ന്. എന്തൊരു ശല്യം. നിങ്ങളെന്തിനാ കാണാൻ നിൽക്കില്ല? പോണില്ലേ? പോ പോവാ. ഇവിടെ വേറെ കാര്യങ്ങൾ നടക്കുകയല്ലേ. സ്പായിലൊന്ന് പോവാം. സ്പായിൽ ഞാൻ പറയണ സ്പായിൽ നമുക്ക് ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം പോവാം. വൈകുന്നേരോ? എടാ അല്ല പെട്ടെന്ന് പോണോടെ. പോവാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓഫീസ് ഞാൻ പോണു. നീ ഒരു കാര്യം ചെയ്യ്. ഫോൺ എടു. എന്തിന്? ഒരു സെൽഫി ഇടാ. പുഷ്പലത ആന്റിക്ക് അയച്ചു കൊടുക്കാൻ. സെൽഫിയാ? സെൽഫി വൈറലാവട്ടെ. വൈറലാവാനോ? ഓ അതിന് സെൽഫി ഒന്നും എടുത്തിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ പിള്ളേരാണ് ഒരു പരിപാടി ഉണ്ട്, റീൽസ്. ഓ മറ്റേ എന്താ കളിച്ചാ കാണിക്കുന്നത്? അത് ചെയ്താലാ? അത് ചെയ്ത റീച്ചാണ്. എല്ലാരും കാണോ? എല്ലാരും കാണുന്ന ലക്ഷക്കണക്കിന്, ചില സമയത്ത് കോടി അടക്കം താണ്ടും. കളിച്ചാലാ? കളിക്കണ നാണക്കേട് വേണ്ട. നാണക്കേട് അന്നാ വേണ്ട. നാണക്കേടുള്ളവർക്ക് പറഞ്ഞു ഞാൻ കളിക്കാം. കളിക്കോ? ചെറിയ സ്റ്റെപ്പ് ഇടാം. മറ്റേ വിജയന്റെ സ്റ്റെപ്പ് ഇടാം. ഏത് മറ്റേ വിജയം കളിക്കും? ഇപ്പോഴത്തെ ട്രെൻഡ് ആയിരിക്കണം. അത് കളിക്കാം. അതാ സ്റ്റെപ്പ് ഇട്ടെ. പോടാ